കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ നിന്നും 300 പവൻ സ്വർണവും 1 കോടിയിലേറെ രൂപയും മോഷണം പോയതിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. നായ മണം പിടിച്ച് വീടിന് പുറകുവശത്തുള്ള റെയിൽവേ ട്രാക്ക് വരെ എത്തി. വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വഴി മോഷ്ടാക്കൾ കടന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. പവൻ സ്വർണവും 1 കോടിയോളം രൂപയുമാണ് കണ്ണൂർ വളപട്ടണത്തെ അരി വ്യാപാരിയുടെ വീട്ടിൽ നിന്നും മോഷണം പോയത്. കഴിഞ്ഞ 19-ാം തീയതി ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി തമിഴ്നാട് മധുരയിലേക്ക് പോയതായിരുന്നു വീട്ടുടമസ്ഥരും കുടുംബവും. അതിനുശേഷം തിരിച്ചെത്തിയപ്പോഴാണ് ഈ വീട് പരിശോധിക്കുന്നത്. അങ്ങനെയാണ് മോഷണം നടന്നതായിട്ടുള്ള വിവരം ഈ അഷ്റഫിനും കുടുംബത്തിനുമെല്ലാം മനസ്സിലാവുന്നത്. കൃത്യമായ രീതിയിൽ 19-ാം തീയതി ഈ കുടുംബം ഇവിടെ ഇല്ല, അതിനുശേഷമുള്ള ദിവസങ്ങളിൽ കുടുംബം ഇവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 20-ാം തീയതി ഈ മോഷ്ടാക്കൾ ഈ വീട്ടിലേക്കെത്തി മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. എന്തായാലും CCTV ദൃശ്യങ്ങളും ഫോറൻസിക്കിൻ്റെയും ഡോഗ് സ്ക്വാഡിൻ്റെയും എല്ലാം സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. വീടിൻ്റെ എല്ലാ വശങ്ങളിലും CCTVകളുണ്ട്. മുൻവശത്തെ ഗേറ്റ് ചാടിക്കടന്നാണ് മോഷ്ടാക്കൾ എത്തിയിരുന്നത് എങ്കിൽ വളരെ വ്യക്തമായി ഈ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിയുമായിരുന്നു. എന്നാൽ CCTVയിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ വീടിൻ്റെ ഒരു വശത്തെ മതിൽ ചാടിക്കടന്നാണ് സംഘം അകത്ത് കടന്നത്. വീടിൻ്റെ മതിൽ ചാടിക്കടന്നാണ് മോഷ്ടാക്കൾ അകത്തേക്ക് കയറിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. CCTV ദൃശ്യങ്ങളിൽ പെടാതെ ഏത് ഭാഗത്തൂടെ കയറണമെന്ന് മോഷ്ടാക്കൾക്ക് നല്ല ധാരണയുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്തുകൂടിയുള്ള, അതായത് CCTV ദൃശ്യങ്ങളിൽ പതിയാത്ത ഭാഗത്തുകൂടെയുള്ള മതിൽ ചാടിക്കടന്നാണ് മോഷ്ടാക്കൾ അകത്തേക്കെത്തിയത്. പുറകുവശത്തെ ജനൽപ്പാളി മുഴുവനായി അടർത്തി മാറ്റിയാണ് വീടിനകത്ത് സംഘം കടന്നത്. ശേഷം ലോക്കറിൽ സൂക്ഷിച്ച പണവും സ്വർണവും കൈക്കലാക്കി. ലോക്കറിൻ്റെ താക്കോൽ വീട്ടുകാർ വീട്ടിൽ തന്നെയായിരുന്നു സൂക്ഷിച്ചത്. ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധനയിൽ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു വഴിയിലൂടെ ഈ മോഷ്ടാക്കൾ ഈ റോഡ് വഴി നേരെ വളപട്ടണം റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്ക് സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ അതുവഴി കടന്നു പോകുന്ന റെയിൽവേ ട്രാക്കിലേക്ക് പോയതായാണ് മനസ്സിലാകുന്നത്. ഡോഗ് ഇതുവഴി സഞ്ചരിച്ച് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് എത്തുകയും അവിടെ നിന്നും വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ഡോഗ് സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ മോഷ്ടാക്കൾ മോഷണത്തിന് ശേഷം ഇതുവഴി വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നതാവാം, അല്ലെങ്കിൽ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മോഷ്ടാക്കൾ ഇതുവഴി മോഷണത്തിനായി വീട്ടിലേക്ക് എത്തിയതുമാവാം എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. വീടിൻ്റെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷ്ടാക്കൾ കവർന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. എന്തായാലും ഇത്രയും വലിയ അളവിൽ 300 പവനും 1 കോടിയോളം രൂപയും ഒരു സുരക്ഷിതത്വവുമില്ലാതെ സൂക്ഷിച്ചിരുന്നതിലും ഒരു ദുരൂഹതയുണ്ട്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ ഡോഗ് സ്ക്വാഡ് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്യസംസ്ഥാനങ്ങളിലേക്ക് മോഷ്ടാക്കൾ കടക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപോഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.